ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പരിശുദ്ധ അമ്മയെ യോഹന്നാന് ഏൽപ്പിക്കുന്നതാണ്. അവിടെ യോഹന്നാൻ മാത്രമല്ല ഉള്ളത്, മഗ്ദലേന മറിയം ഉൾപ്പെടെ പലരുമുണ്ട്. പക്ഷെ അവരെ ഒന്നും ഈശോ അമ്മയെ ഏൽപ്പിച്ചില്ല. അമ്മയെ ഏൽപ്പിച്ചത് യോഹന്നാനാണ്. യോഹന്നാനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, യോഹന്നാനെ നോക്കിക്കൊണ്ട്, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അമ്മയെ സ്വീകരിച്ചു, ഭവനത്തിൽ സ്വീകരിച്ചു. ഭവനം ദൂരെയാണ്, എന്നാലും ഭവനത്തിൽ സ്വീകരിച്ചു എന്നാണ് വചനം പറയുന്നത്. അതിൻ്റെ അർത്ഥം യോഹന്നാൻ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയെ അമ്മയായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തി അമ്മയോട് പ്രാർത്ഥിക്കാതിരിക്കില്ല, ജപമാല ചൊല്ലാതിരിക്കില്ല. അമ്മ കൂടെയുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. അതാണല്ലോ സഹേൻ ഊട്ടുശാലയിൽ അമ്മ കൂടെ ഉണ്ടായപ്പോഴാണ് പരിശുദ്ധാത്മാവ് വന്നത്. അമ്മ ഉള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട്. ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 35-ാമത്തെ വാക്യം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പം അമ്മയുടെ മേലെ പരിശുദ്ധാത്മാവുണ്ട്. അമ്മയുടെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമുണ്ട്. അമ്മ ഉള്ളിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട്. അമ്മ കൂടെയുണ്ടോ, പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ എന്താ മാർഗം? ഒറ്റ കാര്യമുള്ളൂ, അമ്മയെ സ്വീകരിക്കുക. യോഹന്നാൻ തൻ്റെ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചു. നമ്മളും പരിശുദ്ധ അമ്മയെ ഹൃദയത്തിൽ സ്വീകരിക്കണം അമ്മയായി. അമ്മ കൂടെയുള്ളപ്പോൾ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടാകും. വേറെ എങ്ങും പോകാൻ പരിശുദ്ധാത്മാവിന് സാധിക്കില്ല. കാരണം അമ്മ ഉള്ളിടത്തൊക്കെ പരിശുദ്ധാത്മാവ് ഉണ്ടാവണം. അമ്മയെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹമുണ്ട്, ഈ കൃപയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ മനോഹരമായ കാര്യം, ജപമാല ചൊല്ലുമ്പോൾ അമ്മ നമ്മുടെ കൈ പിടിക്കും. ജപമാല കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ പിന്നെ കൈ പിടിക്കാൻ അമ്മ കൂടെ ഉണ്ടാവും. ഈ അമ്മ കൈ പിടിക്കുമ്പോൾ അമ്മ മാത്രമല്ല, ഈശോ ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, അമ്മയോടൊപ്പം സകല വിശുദ്ധരുമുണ്ട് നമ്മുടെ കൈ പിടിക്കാൻ. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളും പുണ്യങ്ങളും ഒന്ന് വേറെയാണ്. അതാണ് ജപമാലയുടെ ശക്തി. അതാണ് ജപമാലയുടെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളുടെ ശക്തി. ഈ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും അനുഗ്രഹമായി കൂടെ ഉണ്ടാവുകയും അമ്മയെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനും നമുക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക, കാണുക, മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക. അമ്മയോടൊപ്പമുള്ള യാത്രയിൽ നമ്മെല്ലാവരെയും പരിശുദ്ധം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.